12 ദിവസമായി 16-ാം തീയതി രാവിലെ മനോരമ ന്യൂസ് മേക്കർ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇടയ്ക്ക് ഒരു വർഷം കൂടുമ്പോൾ വരുന്നതായിരുന്നു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ജോലി കൂടുതലായപ്പോഴേക്കും അത് 3 മാസം 4 മാസം കൂടുമ്പോൾ ഇത് വരാൻ തുടങ്ങി. അങ്ങനെ തയ്യാറെടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നടുവിലെ ക്യാച്ച് വീഴുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തി ഫിസിയോതെറാപ്പിയുമായി മല്ലടിച്ച് ഒരുപക്ഷെ ഇന്ന് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. യാത്രയാണ് ബുദ്ധിമുട്ട്, നടത്തവും നെപ്പും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തിരി ആശ്വാസം ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന മുഹൂർത്തങ്ങളല്ല. ഒരുപക്ഷെ വൈയായികയുടെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് പറയുന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ പറ്റാത്ത ഞാൻ ഈ കിടപ്പിലായിരുന്ന ദിവസങ്ങളിലൊക്കെ ഈ അയ്യപ്പദാസ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ ഞാൻ കണ്ടു. അതിവിടെ മാത്രമല്ല, വടകരയിലും കണ്ടു, കോഴിക്കോടും കണ്ടു. എല്ലാവർക്കും തൃശ്ശൂർ MP എന്ത് ചെയ്തു എന്ന് മാത്രമാണ് അറിയേണ്ടത് എന്ന് പറയുന്ന അവരുടെ അങ്കലാപ്പാണ് അവരുടെ ചോദ്യം. തൃശ്ശൂർ MPക്ക് ചെയ്യാൻ വേണ്ടി ഇനിയും 3 വർഷവും 7 മാസവും ബാക്കിയുണ്ട്. അത് തൃശ്ശൂർ MP വെടിപ്പായി ചെയ്യും. അതാണ് അവരുടെ. അതുകൊണ്ട് അതിന് വേണ്ടി വലിയ തിളപ്പൊന്നും നടത്തണ്ട. ആ സാമ്പാറിൽ കഷ്ണങ്ങളേ ഉണ്ടാവില്ല, വെറും വെള്ളമേ ഉണ്ടാവില്ല. ആ വെള്ളം തിളപ്പിച്ച് മുങ്ങി കുളിക്കുക, കുടിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യുക. അതൊന്നും ആ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ ഒക്കത്തില്ല. തൃശ്ശൂരിൽ പുലിക്കളിക്ക് കൊടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവര് തൃശ്ശൂർ 5 വർഷം ഇടവൻ ഭരിച്ചിട്ട് ഭരണത്തിന്റെ പേരിൽ കോർപ്പറേഷനിൽ ചെയ്ത വഞ്ചനയും ചതിയുമാണ് ഈ ഇലക്ഷനിൽ വിലയിരുത്തപ്പെടുന്നത്. അത് മറച്ചു വെച്ചിട്ട് പുലിക്കളിക്ക് പൈസ കൊടുത്തില്ല. ശരിയാണ്, പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ കളക്ടറേമാൻ അങ്ങോട്ട് അതിന്റെ സഫീഷ്യന്റ് മെറ്റീരിയൽ അയച്ചു കൊടുക്കണം. കേരള സർക്കാരിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളും പുലിക്കളിക്കാരുമായിട്ടുള്ള ഇടയാണ്. അവരുമായിട്ടത് ഫെഡറൽ സംവിധാനമാണ്. കൊടുക്കും എന്ന് ഒരാഴ്ചത്തെ സമയമാണ് എനിക്ക് തന്നത്. 21-ന് ഞാൻ വിളിക്കുമ്പോഴും മെയിൽ ചെയ്തിട്ടില്ല ഇവിടുന്നുള്ള അപേക്ഷ. കേരള സർക്കാരിൽ നിന്ന് ഒരു അപേക്ഷ വരാതെ എനിക്കത് നീക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് ഞാൻ. ഫെഡറൽ സംവിധാനത്തിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ വഞ്ചന കുഴികൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് വേണമെങ്കിലും ശക്തൻ മാർക്കറ്റ് പണിയണം. കോർപ്പറേഷനും കേരള സർക്കാരും അവരുടെ കമ്പോണന്റ് പാർട്ടിസിപ്പേഷൻ എന്തെന്ന് പ്രഖ്യാപിക്കാതെ അതിനവിടുന്ന് ഒരു തുക അനുവദിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറ്റില്ല. ഇതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എഗ്രിമെന്റിലുള്ളത് തന്നെ 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയാണ് ഞാൻ ആവശ്യപ്പെടാൻ കേരള സർക്കാരിനോട് അപേക്ഷിച്ചത്. അവർ 5 ലക്ഷം അപേക്ഷിച്ചു. എന്നാലേ 3 കിട്ടൂ എന്ന് എനിക്കറിയാം. ഈ 3 ഇല്ലാതെയാണ് കടം കയറി ഈ പുലിക്കളി സംഘങ്ങൾ. ഞാൻ 2023 അവരെ കാണാൻ ചെന്നപ്പോൾ അന്ന് സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ അവർക്ക് 1 ലക്ഷം കൊടുക്കുന്നുണ്ട്. അത് പോരാ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് 50,000 വെച്ച് അന്നത്തെ 6 ടീമുകൾക്കാണെന്നാണ് എൻ്റെ ഓർമ്മ കൊടുത്തത്. ആദ്യം 6, 5 or 6 ആണ്. രണ്ടാമത് ഈ കുഞ്ഞിന് എന്താ വേണ്ടെന്ന് ചോദിക്കും. വർഷം അത് 5 ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടത്. അതില്ലാതാക്കി കളയരുത് ഇടതന്മാരെ. പിന്നെ മറ്റവരെ വലതൊന്നും എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അത് ഏതവരായാലും അവരെ
ഉപദേശമൊന്നുമല്ല, അപേക്ഷ. അത് ഇല്ലായ്മ ചെയ്ത് കളയാം. അടുത്ത വർഷം അത് 5 ലക്ഷം തന്നെ ആക്കാനാണ് നോക്കുന്നത്. ഇത്തവണയും 8 പുലിക്കളി സംഘങ്ങൾക്കാണ് ആവശ്യം വന്നത്. ഇതെല്ലാം രേഖകളാണ്. പുലിക്കളി കഴിഞ്ഞതിന് ശേഷമാണ് അത് 9 ആക്കണമെന്ന് ആവശ്യം. പക്ഷെ അതുകൊണ്ട് നിയമം എല്ലാ സർക്കാരിനും ഒരുപോലെയാണ്. ഈ വർഷം കഴിഞ്ഞ പുലിക്കളിയുടെ ഇതിൽ 9ാമത്തെ ടീമിന് നമുക്ക് കൊടുക്കാൻ കഴിയും. ബാക്കിയുള്ള ടീമുകൾക്ക് കേരള സർക്കാർ ഇവിടുന്ന് എക്സ്പെൻസും അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം കിട്ടിയതിന് ശേഷം കേരള സർക്കാർ 3 ലക്ഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് അവിടെ അയച്ചാലാണ് അവിടുന്ന് കേരള സർക്കാരിനാണ് ആ കാശ് കൊടുക്കുന്നത്. പുലിക്കളി സംഘങ്ങൾക്ക് നേരിട്ടല്ല. കേരളം അത് ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിപാടികളെല്ലാം അവതരിപ്പിച്ച് അതിനകത്ത് ഒരു ഉഡായിപ്പ് ചോദ്യം പ്രചരണം നടത്തിയത് മുഴുവൻ കുതന്ത്രമാണ്. ആ ചതിക്കുഴിയിൽ പുലിക്കളി സംഘങ്ങളും വീടരുതേ. പുലിക്കളി എന്ന് പറയുന്നത് ഒരു തൃശ്ശൂരിൻ്റെ അല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു തനത് ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരും ഈ ചതിക്കുഴിയിൽ വീടരുത് എന്നാണ് എനിക്ക്